ഹലോ ഗൈസ്, ഗീതാ ഗോവിന്ദത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗീതുവിനോട് രാധികാമ്മ ചോദിക്കുക, അവർ ഗോവിന്ദനോട് സംസാരിച്ചായിരുന്നു ഇന്നലെ വിളിച്ച് പറ എന്ന് ടെൻഷൻ അടിക്കുന്ന കേൾക്കുമ്പോൾ ഗീതു കളിപ്പിക്കാൻ വേണ്ടി പറയാം, കുറേ നേരം എന്തൊക്കെയോ സംസാരിക്കുന്ന കേട്ടായിരുന്നു എന്ന് പറയുകയാണ് കേട്ടോ. അത് കഴിയുമ്പോൾ പറഞ്ഞതാണ്, മാറിക്ക് എനിക്ക് മുറി പോയിട്ട് വേറെ പരിപാടിയുണ്ട് എന്ന് പറഞ്ഞ് ഗീതു അങ്ങ് പോവുകയാണ് കേട്ടോ. ആ സമയത്ത് രാധികാമ്മയ്ക്ക് ടെൻഷൻ മൂത്തിട്ട് അവൾ ഗീതുവിനോടും കാര്യങ്ങൾ പറഞ്ഞോ, ഇനിയിപ്പം ഗോവിന്ദനോട് പറഞ്ഞോ, ഗോവിന്ദ് എല്ലാം അറിഞ്ഞു കാണുമോ എന്നോർത്ത് ടെൻഷൻ അടിച്ചിട്ട് നേരെ വീണ്ടും ഗീതുവിൻ്റെ മുറി ചെല്ലുവാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കുകയാണ്, ഗോവിന്ദ് എവിടെ പോയെന്ന് നീ ഒന്ന് ചോദിച്ചു നോക്ക് എന്ന് പറയുമ്പോൾ ഗീതു പറയുന്നുണ്ട്, രേഖാമൂലമുള്ള എൻ്റെ ഭർത്താവ് എനിക്ക് എവിടെയാണ് പോയെന്ന് മെസ്സേജ് അയച്ചത്, ഞാൻ രേഖാമൂലമുള്ള അമ്മായിയമ്മയോട് പറയുന്നത് ശരിയാണോ എന്ന് കളിയാക്കി ചോദിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഗീതുവിനോട് ചോദിക്കുക, അവരെന്നെ വിളിച്ചിട്ട് ഗോവിന്ദനോട് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഗീതു സത്യം പറയുകയാണ് കേട്ടോ. അതറിയാതെ ഗീതുവിൻ്റെ വായിൽ നിന്ന് വീണു പോകുന്ന അത് കേൾക്കുമ്പോൾ രാധികാമ്മ പറയുന്നുണ്ട്, അപ്പം ഗോവിന്ദൊന്നും അറിഞ്ഞില്ലല്ലേ, സംസാരിച്ചില്ല അല്ലേ എന്ന് പറഞ്ഞ് അങ്ങ് പോവാണ് കേട്ടോ. അപ്പം ഗീതുവിന് എന്തോ ചെറിയ സംശയം തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞ് ഗീതു പറയുകയാണ്, ചെല്ലെന്ന് പറയുകയാണ്. അത് കഴിഞ്ഞ് രാധികാമ്മ വെളിയിൽ നിന്ന് ഗീതുവിനിപ്പം ആരെങ്കിലും വിളിക്കുന്നുണ്ടോ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്നിങ്ങനെ ഒളിഞ്ഞു നോക്കി നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ ഗീതു വെള്ളോട്ട് എന്നിട്ട് ചോദിക്കുകയാണ്, ഈ സ്വഭാവത്തിന് ഒരു മാറ്റം ഇല്ലല്ലേ, ഒരു നാണോ ഇല്ല ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് കേൾക്കാമെന്നൊക്കെ ചോദിക്കുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അത് കേട്ട് രാധികാമ്മ ചമ്മീട്ടങ്ങ് പോകാൻ വേണ്ടി തുടങ്ങുവാണ്. ആ സമയത്താണ് നമ്മുടെ രേഖേനെ കാണുന്നത്. രേഖേനെ കാണുമ്പോഴത്തേക്കും രേഖയോട് ചോദിക്കുവാണ് കേട്ടോ, വരുൺ എവിടെ എന്ന് ചോദിക്കുമ്പോഴേക്കും രേഖ ഇങ്ങനെ ചിരിച്ചിട്ട് പറയുകയാണ്, ഇന്നലെ രാത്രി ഇച്ചിരി ഉറക്കം ഉളച്ചായിരുന്നു, അതുകൊണ്ട് ഭയങ്കര ക്ഷീണം എന്നിങ്ങനെ കളിയാക്കി പറഞ്ഞിട്ട് അങ്ങ് പോവാണ് കേട്ടോ. രാധികാമ്മ ഇതിനി എന്താ ഇരിക്കുമെന്നോർത്ത് ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് രാധികാമ്മ വാർഡനെ വിളിച്ചിട്ട് അനാർക്കലിയെ കാണാൻ വേണ്ടിയിട്ടുള്ള അപ്പോയിൻമെൻറ്റ് എടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഗോവിന്ദനെ വിളിക്കുന്നുണ്ട് കേട്ടോ. കുറേ തവണ ഗോവിന്ദനെ വിളിച്ചിട്ടും കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഗീതുവിൻ്റെ ഫോണിൽ ഗോവിന്ദൻ്റെ മെസ്സേജ് വരുവാണ് കേട്ടോ. നിന്നെ രാവിലെ ഫേസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ക്ഷേത്രദർശനത്തിന് ഇറങ്ങി വന്നതാണ്. ഇനിയിപ്പോൾ എത്ര തവണ ആണയിട്ട് നിന്നോട് മാപ്പ് പറഞ്ഞാലും നീ കേൾക്കില്ല, കാരണം ഞാൻ പിന്നെയും വാക്ക് തെറ്റിക്കുവാണല്ലോ. പിന്നെ ഇപ്പോൾ എന്തായാലും കുറേ ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയി പ്രാർത്ഥിക്കാമെന്ന് ഓർത്തു, അപ്പോഴെങ്കിലും നിനക്ക് എന്നോട് ക്ഷമിക്കാൻ തോന്നട്ടെ എന്ന് പറയുവാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്ന അയ്യപ്പണ്ണനും ഗോവിന്ദും കൂടെ ഓരോ ക്ഷേത്ര ദർശനം നടത്തുന്നതാണ്. ആ സമയത്ത് അയ്യപ്പണ്ണൻ പറയുന്നുണ്ട്, കുഞ്ഞിൻ്റെ ഇന്നലത്തെ കുടി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മോക്കല്ല, ആർക്കും ക്ഷമിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഗോവിന്ദ് പറയാം, എന്നെ മര്യാദയ്ക്കിരുന്ന് എന്നെ കുടിപ്പിച്ചിട്ട് എന്ന് പറയുന്ന സമയത്ത് വിജയലക്ഷ്മി വിളിക്കുന്നുണ്ട് കേട്ടോ ഗോവിന്ദനെ. രണ്ടു തവണയും ഗോവിന്ദ് ഫോൺ കട്ടാക്കി വിടുവാണ്. എന്നിട്ട് പറയാം, അവർക്ക് ഈയിടെയായിട്ട് ഇച്ചിരി സ്വാതന്ത്ര്യം എടുക്കൽ കൂടുന്നുണ്ട്, എന്തായാലും എടുക്കുന്നില്ല എന്ന് പറയുവാണ്. ആ സമയത്ത് വിജയലക്ഷ്മി പിന്നെ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത ഇങ്ങനെ ഇരിക്കുമ്പോൾ ആകെ അപ്സെറ്റ് ആവുകയാണ് കേട്ടോ. എന്നിട്ട് വിജയലക്ഷ്മി പറയുക, ഗീതുവിനെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവൾ 100 ചോദ്യം ചോദിക്കും, സംശയമാവും, ഞാനായിട്ടൊന്നും ഗീതുവിനോട് പറയാൻ പാടില്ല, ഈ ഗോവിന്ദ് എന്താ ഇത് ഫോൺ എടുക്കാത്തതെന്ന് പറഞ്ഞ് ആ കൂടെ ടെൻഷനായിട്ട് നിൽക്കുന്ന വിജയലക്ഷ്മിനെയാണ് കാണിക്കുന്നത് കേട്ടോ. പിന്നെ കാണിക്കുന്ന അനാർക്കലിനെ കാണാൻ വേണ്ടി ജയിലിൽ രാധികാമ്മ വരുന്നതാണ്. ആ സമയത്താണ് പഴയ കാലത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ അനാർക്കലി പറയുന്നുണ്ട്, നിങ്ങൾ കാരണമാണ് ഞാനിവിടെ എത്തിയത്, ഒരു ക്രിമിനൽ ആവാനുള്ള കാരണം നിങ്ങളാണ്, നീയും ഭദ്രനും എന്ന് പറയുവാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നീയും ഭദ്രനും പറഞ്ഞതനുസരിച്ച് ആണ് വിജയലക്ഷ്മിനെയും അറയ്ക്കൽ മാധവൻ നായരെയും കൂടെ പിരിച്ചത്. അതുമാത്രമല്ല, അറയ്ക്കൽ മാധവൻ നായരെ കടക്കണിയിലാക്കി അയാളുടെ കാശ് തട്ടിച്ച് പോകാനായിരുന്നു നമ്മൾ പ്ലാൻ ഇട്ടിരുന്നത്. പക്ഷേ നീയും ഭദ്രനും കൂടെ അത് എന്നെ പറ്റിച്ചത് സ്വന്തമാക്കി എന്നൊക്കെ പറയുകയാണ് കേട്ടോ. ആ സമയത്ത് രാധികാമ്മ പറയുന്നുണ്ട്, ഞാനല്ല, അതെല്ലാം തട്ടിയെടുത്തോണ്ട് നമ്മുടെ ഭദ്രനാ പോയെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും അനാർക്കലി ഇങ്ങനെ കളിയാക്കി ചിരിക്കുകയാണ് കേട്ടോ. ഞാനിത് വിശ്വസിക്കണമായിരിക്കും, അതിൻ്റെ ഒരു പങ്ക് നീ പറ്റിയിട്ടില്ലെന്ന് ഞാൻ വിശ്വസിക്കണോ, അതാണോ മാറ്റക്കല്യാണം നിൻ്റെ മോനും ഒക്കെ നടത്തിയേക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുവാണ്. ആ സമയത്ത് അനാർക്കലിയോട് പറയുന്നുണ്ട്, നീ ക്രിമിനലായെങ്കിൽ അതിന് ഉത്തരവാദിത്തം നീ മാത്രമാണ്, ഞാനല്ലാന്ന് രാധികാമ്മ പറയുമ്പം അനാർക്കലി പറയുന്നുണ്ട്, അങ്ങനെ നീ തടി തപ്പാൻ വേണ്ടിയിട്ടൊന്നും നോക്കണ്ട, അന്ന് തട്ടിച്ചതിൻ്റെയും പറ്റിച്ചതിൻ്റെയും ഒക്കെ കറക്റ്റായിട്ടുള്ള പ്രൂഫ് എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുകയാണ് കേട്ടോ. എന്നിട്ട് പറയാം, നിന്നെയും ഭദ്രനെയൊക്കെ കണ്ട നിമിഷം ഓർത്ത് ഞാനിപ്പോൾ ഏറ്റവും വേദനിക്കുക, അങ്ങനെ ഒരു നിമിഷം കാരണമാണ് എൻ്റെ ജീവിതം പോയത്, അല്ലെങ്കിൽ മര്യാദയ്ക്ക് എവിടെയെങ്കിലും ഒരു കുടുംബമായിട്ട് ജീവിക്കേണ്ടതായിരുന്നു ഞാൻ എന്നൊക്കെ പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്ക് രാധികാമ്മയോട് അനാർക്കലി പറയുന്നുണ്ട്, ഇനി ഞാൻ പുറത്തിറങ്ങാൻ 7 ദിവസമുള്ളൂ, ആ 7 ദിവസം കഴിയുമ്പോൾ ഞാൻ പുറത്തിറങ്ങും, എനിക്ക് ജീവിക്കണം എന്ന് പറയുവാണ്. അപ്പോൾ രാധികാമ്മ പറയും, അത് നീ വിഷമിക്കേണ്ട, നിനക്ക് അതിനൊരു ജോലി സെറ്റാക്കാം, ആ ജോലിയിൽ നിന്ന് നിനക്ക് കാശ് കിട്ടുമല്ലോ, കാശ് വെച്ച് ജീവിക്കാമെന്ന് പറയുമ്പോൾ അനാർക്കലി കളിയാക്കി ചിരിക്കുവാണ്. എന്നിട്ട് പറയുകയാണ്, അങ്ങനെ ജീവിക്കണം എന്നല്ല, ഒരു റാണിയെപ്പോലെ എനിക്ക് ജീവിക്കണം എന്ന് പറയുവാണ് കേട്ടോ. അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് നീ എനിക്ക് ശരിയാക്കി തരണമെന്ന് പറയുവാണ് രാധികാമ്മയോട്. ഇതെല്ലാം കേൾക്കുന്ന രാധികാമ്മ ആകെ കൂടെ ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് അനാർക്കലി പറയുന്നുണ്ട്, ഇതൊന്നും നീ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നിൻ്റെ മകനില്ലേ ഗോവിന്ദ് മാധവ്, അവനോട് ഞാൻ എല്ലാ സത്യങ്ങളും പറയും, കൂട്ടത്തിൽ നീയും ഉണ്ടായിരുന്നു എന്നുള്ള സത്യം അവൻ അറിയും എന്ന് പറയുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് അനാർക്കലി അവിടെ നിന്ന് പോവുകയാണ്. രാധികാമ്മ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുവാണ് കേട്ടോ.
ആ സമയത്ത് ജയിൽ വാർഡൻ വിജയലക്ഷ്മിയെ വിളിച്ച് ഇങ്ങനെ വന്നതും കണ്ടതും കാര്യങ്ങളൊക്കെ പറയുവാണ് വിജയലക്ഷ്മിയോട്. പിന്നെ കാണിക്കുന്നത് ഗീതു കുളിച്ചിട്ട് ഇറങ്ങി വരുമ്പോൾ പിന്നെയും ഗോവിന്ദിൻ്റെ കുറേ മെസ്സേജ് വരുവാണ് കേട്ടോ ഫോണിൽ. തുറന്ന് നോക്കുമ്പോൾ കുറേ ഫോട്ടോ അമ്പലത്തിൽ പോയതിൻ്റെയും പിന്നെ ഒരു വോയിസും അയക്കുന്നുണ്ട്. ഞാൻ ഇനി 7ാമത്തെ അമ്പലത്തിലോട്ടാണ് പോകുന്നത്. ക്ഷേത്ര ദർശനം ആവും, നിനക്ക് ഇതുവരെ എന്നോട് ക്ഷമിക്കാറായില്ലേ, അതോ ഞാൻ സന്യാസത്തിന് പോകണോ എന്നൊക്കെ പറയുവാണ്. അപ്പോൾ ഗീതുവിന് ചെറുതായിട്ട് ചിരിയൊക്കെ വരുവാണ്. എന്നിട്ട് ഗീതു മനസ്സിൽ പറയുകയാണ്, സന്യസിക്കാനൊന്നും പോകണ്ട, നമുക്ക് പ്രേമിച്ച് കുറേ കറങ്ങി നടക്കാൻ വേണ്ടിയിട്ട് പോകണമെന്ന് പറയുവാണ്. എന്നിട്ട് ഗോവിന്ദൻ്റെ ഒരു ഫോട്ടോയിൽ ഗീത ഉമ്മ വെക്കുവാണ് കേട്ടോ. അത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല.